അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ ആശംസകളും ആദ്യമേ നേരുകയാണ്. അമ്പംകുന്ന് കോയാക്ക ഫണ്ട് 48ാമത് നേർച്ച ആഘോഷപൂർവം കൊണ്ടാടപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നാനാജാതി മതസ്ഥർ, വിശ്വാസ വിഭാഗങ്ങളിൽപ്പെടുന്നവർ എല്ലാം ഈ നേർച്ചയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് പല നേർച്ചകളിൽ നിന്നും ഈ നേർച്ചയെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാ ജാതി മതസ്ഥരും വിശ്വാസധാരകളിൽപ്പെടുന്നവരും സൗഹൃദത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയേണ്ട ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് അത്തരമൊരു സൗഹൃദം നമ്മുടെ നാട്ടിലുണ്ടായി. അതിൻ്റെ തെളിവാണ് ആ സൗഹൃദങ്ങൾക്ക് നായകത്വം വഹിച്ചിരുന്ന മഹാന്മാർ അന്തിയുറങ്ങുന്ന മക്ബറകളിലേക്ക് നാനാജാതി മതസ്ഥർ വലിയ വർഗീയ ചേരിതിരിവുകൾക്കിടയിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂഫികളും ഭക്തി പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരും ഹിന്ദു മുസ്ലിം മൈത്രി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അശ്രാന്തമായി പരിശ്രമിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, നമ്മുടെ നാട് എല്ലാ മതങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ഒരാളെയും ഒന്നിന്റെയും പേരിൽ നാം അകറ്റി നിർത്തിയില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു എന്നത് ഒരു ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിന്റെ ശോഭയെ കെടുത്തിയിട്ടില്ല. നമ്മുടെ നാടിന്റെ വളർച്ചയെ അത് ഉദ്ദീപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുസ്വര സംസ്കാരം ഇന്ത്യൻ ദേശീയതയുടെ ആണിക്കല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ അടിവേരാണ്. ഒരുപാട് വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ബഹുസ്വരതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജഗതീശ്വരനായ ദൈവം തമ്പുരാനാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പ്രപഞ്ചത്തിന്റെ ഓരോ സൂക്ഷ്മാണുവിലും വൈവിധ്യങ്ങൾ ദൃശ്യമാണ്. ഏകശില ബന്ധിതമായ ഒരു സ്വഭാവമല്ല പ്രപഞ്ചം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഈശ്വരനാണ്. ഈശ്വരനാണ് ബഹുസ്വരതയെ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടപ്പെടുന്ന ശക്തി. എല്ലാം ഒന്നാക്കാനുള്ള നീക്കം എന്തുകൊണ്ടും അപലപിക്കപ്പെടേണ്ടതാണ്. എല്ലാറ്റിലുമുള്ള നന്മയുടെ വശങ്ങളെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പോകാൻ നമുക്കാവണം.
നമ്മളുടെ വിശ്വാസത്തിന്റെ മഹത്വം നമുക്ക് പറയാം. പക്ഷെ അത് മറ്റൊരു വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാവരുത്. നമ്മുടെ വിശ്വാസികളുടെ അവകാശം നമുക്ക് സംരക്ഷിക്കാം. പക്ഷേ അത് ഒരിക്കലും മറ്റു മതസ്ഥരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ആവരുത്. എല്ലാവരും ജഗതീശ്വരനായ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. പരസ്പരം അതുകൊണ്ട് തന്നെ അവർ ബഹുമാനിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. പ്രപഞ്ചത്തിന്റെ ഓരോ സൂക്ഷ്മാണുവിലും ബഹുസ്വര നാഗരികതയുടെ അംശങ്ങൾ നമുക്ക് കാണാനാണ്. ഒരു വിശ്വാസം മതി, ഒരു മതം മതി, ഒരേ തരത്തിലുള്ള ജനങ്ങൾ മതി, ഒരു ഭാഷ മതി, ഒരു സംസ്കാരം മതി. ഇതൊക്കെ ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു. അതിനൊക്കെ ശേഷിയും കഴിവുമുള്ളവനാണല്ലോ ജഗതീശ്വരനായ പരമേശ്വരൻ. ആ ദൈവം മനുഷ്യരെ തന്നെ വിവിധ നിറങ്ങളിൽ, കോലങ്ങളിൽ, രൂപഭാവങ്ങളിൽ സൃഷ്ടിച്ചു എന്നുള്ളത് ബഹുസ്വരതയുടെ തെളിവാണ്, വൈവിധ്യങ്ങളുടെ തെളിവാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വെളുത്ത തൊലിയുള്ളവരാക്കി സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ കറുത്ത തൊലിയുടെ ഉടമകളാക്കാൻ, ഒരേ ഭാഷ സംസാരിക്കുന്നവരാക്കാൻ, ഒരേ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നവരാക്കാൻ, ഒരേ ഭക്ഷണ രീതി പിന്തുടരുന്നവരാക്കാൻ ദൈവത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പടച്ച തമ്പുരാൻ അത് ചെയ്യുന്നില്ല. ഓരോ ദേശക്കാരെ ഓരോ രൂപത്തിൽ, വേഷത്തിൽ, സംസ്കാരത്തിൽ, ഭാഷ സംസാരിക്കുന്നവരായിട്ട് സൃഷ്ടിച്ച് സംവിധാനിച്ചു. എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടാണ്? ഒരിക്കലും ആയിരുന്നില്ല. പക്ഷി മൃഗാദികളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഏതെങ്കിലും ഒരിനം പക്ഷിയെ ദൈവത്തിന് സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. കാക്കയെ മാത്രം സൃഷ്ടിച്ച് ദൈവത്തിന് പക്ഷികളുടെ സൃഷ്ടിപ്പ് അവസാനിപ്പിക്കണമായിരുന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പക്ഷികളെ എന്തിനാണ് ദൈവം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചത്? മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തെ സൃഷ്ടിച്ച് എനിക്ക് മൃഗങ്ങളെ സൃഷ്ടിക്കാൻ അറിയാം എന്ന് മാലോകരെ ബോധ്യപ്പെടുത്താമായിരുന്നു. അതല്ല ചെയ്തത്. ഒരുപാട് ഇനം മൃഗങ്ങളെ ജഗതീശ്വരനായ നാഥൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു. അതുപോലെ തന്നെ ഇഴജന്തുക്കളെ സൃഷ്ടിച്ചപ്പോ ഒരു ഇഴജന്തു മതി എന്നല്ല ദൈവം തീരുമാനിച്ചത്. നൂറുകണക്കിന് ഇഴജന്തുക്കളെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു. വൃക്ഷങ്ങളെ സൃഷ്ടിച്ചപ്പോ തെങ്ങ് മതി എന്നല്ലല്ലോ തീരുമാനിച്ചത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഇനം വൃക്ഷലതാദികളെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു നാഥൻ. ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ്? ഒന്ന് മതി എന്നാണ്? ഒരു മതം മതി എന്നാണോ? ഒരു വിശ്വാസം മതി എന്നാണോ? നമ്മളൊക്കെ കരുതും ഒരേ മതക്കാർ മാത്രം ഉണ്ടായാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരേ വിശ്വാസക്കാർ മാത്രം ഉണ്ടായാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തൊരു ശുദ്ധ വിഡ്ഢിത്തമാണ്! ലോകമഹായുദ്ധങ്ങളുണ്ടായി. ആരായിരുന്നു ലോകമഹായുദ്ധങ്ങൾ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നത്? ഏതാണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങൾ തന്നെയായിരുന്നു ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ സജീവമായി പങ്കെടുത്തത്. ഞങ്ങൾ എന്തിനാണ് ഒരേ മതക്കാർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് എന്ന് അന്ന് ആരെങ്കിലും കരുതി? ആരും കരുതിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ജാതിയുടെ പേരിൽ എന്തൊക്കെ കോപ്രായങ്ങൾ, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തങ്ങൾ, ഗുണ്ടായുസങ്ങൾ നടന്നു. വഴി നടക്കാൻ ആളുകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, ക്ഷേത്രങ്ങളിൽ പോകാൻ ആളുകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്നും ജാതീയാടിസ്ഥാനത്തിലല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ കഴിക്കുന്നത്? ഞങ്ങൾ ഒരേ മതക്കാരാണ്, അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും വേണ്ട എന്ന് ഈ നാട്ടിലാരും തീരുമാനിച്ചില്ലല്ലോ. പാകിസ്ഥാനിലേക്ക് നോക്കുന്നില്ല,
അവിടെ ഇസ്ലാം മത വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം. എന്നിട്ടും ആ രാജ്യം പിളർന്നില്ല. എന്തിനാണ് 95% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പിന്നീട് പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നും 2 രാജ്യങ്ങളായി പിളർന്നത്? ഞങ്ങൾ ഒരേ മതക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിളർപ്പ് വേണ്ട എന്ന് അവിടെ ആരും തീരുമാനിച്ചിട്ടില്ല. മനുഷ്യരെ ഐക്യപ്പെടുത്തുന്നത് അവരുടെ സംസ്കാരമാണ്, അവരുടെ നാഗരികതയാണ്, അവരുടെ ഭാഷയാണ്. ഒരേ മതക്കാരായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ജനതക്കും ലോകത്ത് ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോക ജനസംഖ്യയിൽ 31% ക്രൈസ്തവരാണ്, 26% മുസ്ലിങ്ങളാണ്, 16% ആളുകൾ ഒരു മതത്തോടും പ്രത്യേക ആഭിമുഖ്യം പുലർത്താത്തവരാണ്, 15% ഹിന്ദുമത വിശ്വാസികളാണ്, 7% ബുദ്ധമതക്കാരാണ്. മറ്റുള്ളവർ ശേഷിക്കുന്ന ശതമാനത്തിനെ ഉൾപ്പെടുന്നു. ഒന്നു മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി എന്ന് നമ്മൾ പറയുക? എന്താണ് വിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുർആനിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നല്ല. മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ അവർ വിശ്വസിക്കുന്നു, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഖുർആനിൽ മാത്രം വിശ്വസിച്ചാൽ ഒരാൾക്ക് മുസ്ലിം ആകാൻ കഴിയില്ല. ഖുർആനിന് മുമ്പ് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തുമതം. ക്രിസ്തുമതം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജീസസ് ക്രൈസ്റ്റ് അഥവാ യേശു ക്രിസ്തുവിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരാൾ, മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാൾ ഒരിക്കലും മുസ്ലിം ആകാൻ കഴിയില്ല. പ്രവാചകനായി അംഗീകരിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ്. ജൂതമതക്കാരെ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മൂസാ നബി. മൂസാ നബിയെ തള്ളിപ്പറയുന്ന ഒരാൾക്ക്, മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു നല്ല ഇസ്ലാം മതവിശ്വാസിയാകാൻ കഴിയുക? ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾ ഏറെ ബഹുമാനിക്കുന്ന ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, അവരൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമാകാൻ ഒരാൾക്ക് കഴിയും? ഒരിക്കലും സാധിക്കില്ല. മറ്റുള്ള ആളുകൾ ദൈവങ്ങളായി അല്ലെങ്കിൽ ആരാധ്യമൂർത്തികളായി ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് ഖുർആൻ മുസ്ലിങ്ങളോട് പറയുന്നത്. ലോകത്തെ എല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുക. അങ്ങനെ പറയാനേ സാധിക്കും. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പരസ്പരം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വെട്ടും കുത്തും നടത്തി വലിയ സംഘർഷങ്ങൾ, കലാപങ്ങൾ നാട്ടിലുണ്ടാകും. പണ്ട് ഗുജറാത്തിൽ നടന്നത് വംശഹത്യയാണ്. ഡൽഹിയിൽ നടന്നത് എന്താണ്? എന്തിനാണ് ഈ കലാപങ്ങൾ, സംഘർഷങ്ങൾ? ഇതാർക്കാണ് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്? എന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന സഹോദര മതസ്ഥൻ എന്റെ ശത്രുവാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? പിന്നെ നമ്മളുടെ ജീവിതത്തിന് എന്ത് സുഖമാണുള്ളത്? നമ്മളെങ്ങനെയാണ് നമ്മളുടെ മക്കളെ പുറത്തേക്ക് പറഞ്ഞേക്കുക? ഹിന്ദു മുസ്ലിമിന്റെ ശത്രുവാണ്, മുസ്ലിം ഹിന്ദുവിന്റെ ശത്രുവാണ് എന്ന് വരികയും ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കുന്നു? നമ്മളുടെ രാജ്യത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ബഹുസ്വര സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങൾ നിലനിൽക്കൽ അനിവാര്യമാണ്. എല്ലാത്തിന്റെയും നിലനിൽക്കൽ എല്ലാം ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് അതിന്റെ സൗന്ദര്യവും സൗരഭ്യവും വർദ്ധിക്കുക. പാവപ്പെട്ട ആളുകൾ, സാധുക്കളായിട്ടുള്ള മനുഷ്യർ, അവരെ എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്താ ഈ പൗരത്വത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. ആരോടാണ് പൗരത്വത്തിന്റെ രേഖകൾ ചോദിക്കുന്നത്? അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യർ. ആരാണ് ഈ അഭയാർത്ഥികൾ?
ലോകത്ത് ഏറ്റവും നിരാലംബരും നിരാശ്രയരുമായിട്ടുള്ള ഒരാളും സഹായിക്കാനില്ലാത്ത മനുഷ്യരാണ് അഭയാർത്ഥികൾ. ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് മറ്റേത് രാജ്യത്തേക്ക് പോകുന്ന ആളുകളും ആരാണ്? ലോകത്ത് ഒരിടത്തും ഒരു തരി മണ്ണിന്റെ ഉടമസ്ഥാവകാശമില്ലാത്ത മനുഷ്യർ. ലോകത്ത് ഒരിടത്തും ഒരു നല്ല ജോലിയില്ലാത്ത മനുഷ്യർ. ലോകത്ത് ഒരു നാട്ടിലും ഒരു വിദ്യാലയത്തിലേക്കും തങ്ങളുടെ മക്കളെ പറഞ്ഞേക്കാത്ത നിസ്സഹായം. ഇന്ന് നേരം പുലർന്നാൽ ഇന്ന് നേരം പുലർന്നു എന്ന് പറയാൻ കഴിയുന്ന, ഉടമസ്ഥത എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യർ. അവരല്ലേ അഭയാർത്ഥികളായിട്ട് ലോകത്തിന്റെ ഏത് ദിക്കിലേക്കാണെങ്കിലും പോകുക. ആ മനുഷ്യരോടാണ് നമ്മൾ ചോദിക്കുന്നത്, നിന്റെ രേഖ എവിടെ? എന്നോട് ചോദിക്കാൻ രേഖ, കേൾപ്പുള്ളവരോട് ചോദിക്കണം. ലോകത്ത് ഒരിടത്തും ഒരു തരി മണ്ണിന്റെ അവകാശികളല്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ബാണ്ഡം പേര് ജീവിക്കുന്ന മനുഷ്യരോട് നീ ഏത് മതക്കാരൻ? നീ ഇന്ന മതക്കാരനാണോ? മാറി നിൽക്കുക. നീ ഇന്ന മതക്കാരനാണോ? ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുക. ഇത് പറയാൻ മനസ്സ് ശിലയായിട്ടുള്ളവർക്കല്ലാതെ മറ്റാർക്കും കഴിയും. ധനാഢ്യന്മാരോട് ചോദിക്കുക, വമ്പന്മാരോട് ചോദിക്കുക, കേൾപ്പുള്ളവരോട് ചോദിക്കുക. അതല്ലേ മാന്യത? നമ്മൾ സാധാരണ പറയാറില്ലേ, ഇവിടെ പൊരുതുമ്പോ, ഒരാളോട് അടി കൂടുമ്പോ കേൾപ്പുള്ളവരോട് കൂടണം. ദുർബലന്മാരായിട്ടുള്ള ഭിന്നശേഷിക്കാരനോട് തല്ലുകൂടിയിട്ട് എന്താ കാര്യം? എന്നിട്ട് ഞാൻ ജയിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ നാട്ടിൽ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരാണ് വേണ്ടത്. ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂട്ടമാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള മഖാമുകളുടെ, നേർച്ചകളുടെ പ്രസക്തി. ഉത്തരേന്ത്യയിൽ വർഗീയമായ ആളുകൾ വലിയ ചേരിതിരിവിലാണ് എന്ന് പറയും. പക്ഷേ അവിടത്തെ സൂഫി വര്യന്മാരുടെ മക്ബറകളിൽ നാനാജാതി മതസ്ഥർ എത്തുന്നു. ഇവിടെ എത്രയോ ഹൈന്ദവ സുഹൃത്തുക്കൾ വരുന്നു. നാനാജാതി മതസ്ഥർ എത്തുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവരെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വേർതിരിച്ച് ഇവിടെ നിർത്തുന്നില്ല. ഞാൻ ഈ പരിപാടിക്ക് വരാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്, ഇവിടെ വിവേചനമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. വിശപ്പുണ്ടോ? അവന് ഭക്ഷണമുണ്ട്. അത് ഏത് മതക്കാരനായാലും വിശ്വാസക്കാരനായാലും ശരി. എല്ലാ മതക്കാരുടെയും വിശ്വാസക്കാരുടെയും ഒരു സംഗമ സ്ഥാനമാണ് അമ്പലക്കുന്ന്. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. സൗഹൃദത്തിന്റെ ഭൂമികയാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പടുത്തുയർത്തേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുക. അകറ്റാനല്ല, ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആരും പോയി എന്ന് കരുതി ഒരാൾക്കും ഈ നാട്ടിൽ ഒരു നേട്ടവും മെച്ചവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ലോകത്ത് ഓരോ മനുഷ്യർക്കും ഓരോ ഉത്തരവാദിത്തമാണ്. നമ്മൾ അങ്ങനെ ധരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു, എന്റെ അയൽക്കാരൻ ഒന്ന് പോയി കിട്ടിയാൽ അത് നന്നായിരുന്നു. ആ അയൽക്കാരൻ പോയാൽ പിന്നീട് വരുന്ന അയൽക്കാരൻ അവനെക്കാളും മോശമായിരിക്കും. എല്ലാവരും വേണം. എല്ലാവരുമായിട്ടും ചങ്ങാത്തവും സ്നേഹവും സൗഹൃദവും പങ്കിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള നാടാണ് നമ്മുടെ. അങ്ങനെ മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള സാംസ്കാരിക സംഗമങ്ങൾ പ്രചോദനമാകുമെങ്കിൽ തീർച്ചയായും സാമൂഹ്യമായിട്ടുള്ള പ്രസക്തി ഇത്തരം വേദികൾക്കും ഇത്തരം സ്ഥാപനങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അമ്പംകുന്ന് കോയാക്കാപ്പണ്ട് 48ാമത് നേർച്ചയുടെ സാംസ്കാരിക സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ജഗതീയതാവായ നാഥന്റെ നാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു.